Good evening, children. So let us talk about the famous poem, The Village Blacksmith, and it's written by Henry Wordsworth Longfellow. So first, നമ്മൾ just be familiar with the author. Henry Wordsworth Longfellow. He was an American poet and an educator. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് നമുക്ക് കാണാം. സോങ് ഓഫ് ഹൈവത്വ, ഇവാൻസ്ലിൻ ആൻഡ് പോൾ റിവ്സ് റൈഡ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള 3 വർക്കുകൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കൽ ക്വാളിറ്റിയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പോയംസിന് പ്രിഡോമിനൻ്റായിട്ട് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക്കൽ ക്വാളിറ്റിയാണ്. പിന്നെ നമ്മൾ കാണുന്നത് മിത്ത് അതുപോലെ ലെജൻഡ് എന്ന് വെച്ചാൽ ഓൾഡ് സ്റ്റോറീസ് അല്ലെങ്കിൽ ഓൾഡ് സ്റ്റോറീസിനോടും പറഞ്ഞ് എന്താ പഴം കഥ അല്ലെങ്കിൽ പുരാണ കഥകളോടൊക്കെ ബന്ധപ്പെടുത്തി കഥകൾ സൃഷ്ടിക്കുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിരുന്നു. പിന്നെ ഇവിടെ ദിസ് പെർട്ടിക്കുലർ പോയം ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ടു വൺ ഓഫ് ഹിസ് ആൻസിസ്റ്റേഴ്സ് ആൻഡ് ഹിസ് നെയിം വാസ് സ്റ്റീഫൻ ലോങ്ഫെല്ലോ. സ്റ്റീഫൻ ലോങ്ഫെല്ലോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആൻസിസ്റ്ററോടുള്ള ഒരു ട്രിബ്യൂട്ടായിട്ടാണ്, ഒരു ആദരാഞ്ജലി എന്നോ അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ട്രിബ്യൂട്ടായിട്ടാണ് അദ്ദേഹം ഈ പോയം എഴുതിയിരിക്കുന്നത്. സോ ആൻഡ് ഇറ്റ്സ് അബൌട്ട് എ common man who used to work hard to have a livelihood. അപ്പോൾ എങ്ങനെ ഒരു സാധാരണക്കാരനായൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിലൂടെ നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യുന്നു, ഒരു സാറ്റിസ്ഫാക്ടറി ലൈഫ് എങ്ങനെ ലീഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ സുന്ദരമായി നമ്മളെ കാണിച്ചു തരുന്ന ഒരു പോയട്രിയാണിത്. നമുക്ക് നോക്കാം. Under a spreading chestnut tree, the village smithy stands. The smith, a mighty man is he, with large and sinewy hands, and the muscles of his brawny arms are strong as iron bands. So എന്താ പറയുന്നത് നോക്കാം. Let us see the meaning of the first stanza. Under is chestnut tree. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താ നമ്മുടെ പുളിമരമൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു പ്രത്യേക തരത്തിലുള്ള വളരെ വിശാലമായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മരമാണ് ചെസ്നട്ട് ട്രീ. ചെസ്നട്ട് ഈസ് ആക്ച്വലി എ കൈൻഡ് ഓഫ് ഒരു നട്ടാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള കായയാണ്. ആ കായയുടെ ഉള്ളിലുള്ള ചെറിയ ഒരു നമ്മളുടെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു കുങ്കുമക്കായയുടെയൊക്കെ പോലത്തെ പുറന്തോടുള്ള നിറയെ മുള്ളു പോലത്തെ പുറന്തോടുള്ള ഒരു കായയാണത്. ആ കായയുടെ ഉള്ളിലുള്ള ചെറിയ നട്ട്സ് നമുക്ക് കഴിക്കാം. അങ്ങനെയുള്ള ഒരു പ്രത്യേകതരം ട്രീ ആണ് ചെസ്നട്ട് ട്രീ. ആ ചെസ്നട്ട് ട്രീയുടെ താഴെ ദിസ് വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് സ്റ്റാൻഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് ലോങ്ഫെല്ലോ കവിതയിലേക്ക് കടക്കുന്നത്. അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ ചെസ്നട്ട് ട്രീയുടെ താഴെ ദിസ് വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് സ്റ്റാൻഡ്സ് ആൻഡ് ദ സ്മിത്ത്, the village blacksmith, he is a mighty man. Mighty means he is a strong man with large and sinewy hands. He is with a large hands, and at the same time it's sinewy. Sinewy means thin body, and a man with thin body and strong muscles. Sinewy means a man with thin body and strong muscles. അതെങ്ങനെ സംഭവിക്കും? നമ്മൾ യൂഷ്വലി കാണാറ് എന്താ ബിഗ് ബോഡിയും അല്ലെങ്കിൽ എന്താ നല്ല അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ള ബോഡിയും മസിൽസും ഉള്ളവരെയാണ് നമ്മൾ കൂടുതൽ കാണുക. പക്ഷെ ഇവിടെ പറയുന്നത് തിൻ ബോഡിയും മസിൽസും എന്നാണ്. എങ്ങനെയാണ് അപ്പോൾ അത് വരുന്നത്? തിൻ ബോഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഹാർഡായിട്ട് ഫിസിക്കലി അവർ നല്ല വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാൽ അതുപോലെ ഭക്ഷണം കഴിക്കാൻ ഒരു പക്ഷേ അല്ലെങ്കിൽ അതുപോലെ അത്ര ഒരു ഹൈഫൈ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാത്തതുകൊണ്ടോ പല കാരണങ്ങൾ കൊണ്ടും അത്ര അവരുടെ ഫിസിക്കൽ വർക്കിൻ്റെ രീതി കൊണ്ടൊക്കെ അത്ര വണ്ണം വയ്ക്കാത്തവരുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം സ്ട്രോങ് ആണ്, അദ്ദേഹത്തിൻ്റെ മസിൽസ് ഉണ്ട്, ലോങ് ആണ് അദ്ദേഹത്തിൻ്റെ ഹാൻഡ്സ്, ബട്ട് അറ്റ് ദ സെയിം ടൈം they are sinewy. They are with strong muscles, and at the same time they are thin. Those hands are thin, and the muscles of his brawny arms are strong as iron bands.
എന്നിട്ട് എങ്ങനെയാണ് പറയുന്നത്, എന്തിനോടാണ് അതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്? അത് നല്ല ഉരുക്ക് കരങ്ങളാണ്, ഉരുക്ക് കൊണ്ടുള്ള വടി പോലെ, അത്രയ്ക്കും സ്ട്രോങ് ആണ് അല്ലേ. ആൻഡ് ദ മസിൽസ് ഓഫ് ഹിസ് ബ്രൗണി ആംസ്, ആൻഡ് അറ്റ് ദ സെയിം ടൈം ദോസ് ആംസ് ആർ ബ്രൗൺ കളേർഡ്. Why maybe it is with brown color? That again indicates his nature of work. അദ്ദേഹത്തിൻ്റെ ജോലിയുടെ രീതിയെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സ്ഥിരമായി എന്താ സൂര്യപ്രകാശം കൊണ്ടിട്ടോ അല്ലെങ്കിൽ അത് പുകയും അഴുക്കും പൊടിയും അതൊക്കെ കൊണ്ടിട്ടോ, തീയുടെ അടുത്ത് നിന്നാണ് ഒരു കൊല്ലൻ പണിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ സ്ഥിരമായി കൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സ്കിൻ ബ്രൗൺ കളേർഡ് ആയിരിക്കുന്നു എന്നാണ് നമ്മളോട് പറയുന്നത്. ആ ബ്രൗൺ കളേർഡ് ആയിട്ടുള്ള ആംസ് എങ്ങനെയാണെന്നാണ് പറയുന്നത്? ആൻഡ് ദ മസിൽസ് ഓഫ് ഹിസ് ബ്രൗണി ആംസ് ആർ സ്ട്രോങ് ആസ് അയൺ ബാൻഡ്സ്. പക്ഷേ ഇവൻ ബ്രൗൺ കളേർഡ് ആണെങ്കിലും അത് സ്ട്രോങ് ആണ്. എത്രമാത്രം സ്ട്രോങ് ആണ്? അയൺ ബാൻഡ്സിൻ്റെ അത്രയും സ്ട്രോങ് ആണ്. ഇരുമ്പ് ദണ്ടുകളുടെ അത്രയും സ്ട്രോങ് ആണ് ആ കൈകൾ, അത്രയ്ക്കും സ്ട്രോങ് ആണ്. എങ്ങനെയാണത് സ്ട്രോങ് ആയത്? യെസ്, ബിക്കോസ് ഓഫ് ഹിസ് നേച്ചർ ഓഫ് വർക്ക്. ഒരു കൊല്ലൻ ആലയിൽ പണിയെടുക്കുമ്പോൾ സ്വാഭാവികമായും പണി ചെയ്ത് അദ്ദേഹത്തിൻ്റെ മുഷ്ടിക്കും കരങ്ങൾക്കുമൊക്കെ ശക്തി വയ്ക്കുകയും ആ മസിൽസ് ബിഗ് മസിൽസും സ്ട്രോങ് മസിൽസ് ആവുകയും ചെയ്യും. അതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഫിസിക്കൽ അപ്പിയറൻസ്, അദ്ദേഹത്തിൻ്റെ നേച്ചർ ഓഫ് വർക്കുമാണ് ഈ ലൈൻസിലൂടെ ലോങ്ഫെല്ലോ നമ്മളോട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Next, let us go through the next stanza. His hair is crisp and black and long. His face is like the tan. His brow is wet with honest sweat. He earns whatever he can, and looks the whole world in the face, for he owes not any man. So, എന്താ പറയുന്നത് നോക്കാം. His hair is crisp. Again Longfellow explains his physical appearance. He explains about his hair. His hair is long, and at the same time it is black, and at the same time it is crisp. It is with crispy nature. What do you mean by crispy? ക്രിസ്പി എന്ന് വെച്ചാൽ മൊരിഞ്ഞിരിക്കുന്ന. അപ്പം എങ്ങനെയാണ് ഇത് മൊരിഞ്ഞിട്ടുണ്ടാവുക? മുടി മൊരിയുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാരണം? അദ്ദേഹം മുഴുവൻ സമയവും തീയുടെയും പുകയുടെയും അടുത്ത്, ചൂടിൻ്റെ അടുത്താണ് ജോലി ചെയ്യുന്നത് അല്ലേ. ആ ചൂടോടുകൂടി എടുത്തിട്ട് ആലയിൽ നിന്ന് എടുത്ത് ചൂടിൽ നിന്ന് എടുത്തിട്ടാണ് അദ്ദേഹം അടിച്ചടിച്ച് ശരിയാക്കി എടുക്കുന്നത്. പണിയായുധങ്ങളാണെങ്കിലും ശരി, എന്താണെങ്കിലും അദ്ദേഹം അടിച്ചടിച്ച് ശരിയാക്കി എടുക്കുന്നത്. ആ ആലയിൽ നിന്ന് എടുത്തിട്ട് നല്ല ചൂടനെ എടുക്കുന്നതിൽ ഉരുകിക്കെടുക്കുന്ന മെറ്റീരിയലിനെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ആ ചൂട് അടിച്ചടിച്ച് അദ്ദേഹത്തിൻ്റെ മുടികൾ പോലും it became crispy nature. And his face is like the tan. So what do you mean by tan? Tan means make brown with sunburn നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില കളിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളുടെ ഫുട്ബോൾ വോളിബോളൊക്കെ കളിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ പകൽ സമയത്ത് സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നവർ, സൂര്യനെയും സൺറൈസിനെയും സൺസെറ്റും ഒന്നും വകവയ്ക്കാതെ, അല്ലെങ്കിൽ പകൽ ഫുൾ ടൈം വെയിലൊക്കെ കൊണ്ട് പണിയെടുക്കുന്നവർ, അവരുടെ റിയലായിട്ടുള്ള കളറായിരിക്കില്ല അവരുടെ പുറം ഭാഗത്തുണ്ടാവുക. അവർ ഏതെങ്കിലും ഡ്രസ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രസ്സ് ധരിക്കാതെ ഏതെങ്കിലും ഒരു ഭാഗവും സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗവും തമ്മിൽ കാണുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക ഇത്രയും കളറുള്ള ആളാണോ ഈ ഒരു കളറിലിരിക്കണേന്ന്. അതിൻ്റെ കാരണം എന്താണ്? സ്ഥിരമായിട്ട് സൂര്യപ്രകാശം ഏറ്റ് അവരുടെ കളറ് ബ്രൗൺ കളേർഡ് ആയിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ടാൻ എന്ന് പറയാം. മേക്ക് ബ്രൗൺ കളർ ബിക്കോസ് ഓഫ് ദ സൺബേൺ. അപ്പോൾ സ്ഥിരമായിട്ട് ആ സൺബേൺ സൺബേൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഹൈ സൺബേൺ അല്ല ഉദ്ദേശിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് വരുന്ന ആ ഒരു ചേഞ്ച് ദ സ്കിൻ കളർ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. And his brow is wet with honest sweat. So his brow means his eyebrows. ഇവിടെ ഐബ്രോനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബ്രോ എങ്ങനെയാണ് നിൽക്കുന്നത്? വിസ് വെറ്റ്, നനഞ്ഞാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട്? വിത്ത് ഓണസ്റ്റ് സ്വെറ്റ്. ഓണസ്റ്റ് സ്വെറ്റ് മീൻസ് സത്യസന്ധതയുടെ വിയർപ്പ് തുള്ളികൾ കൊണ്ട് നനഞ്ഞിരിക്കുന്ന ഐബ്രോസ് ആണ് അദ്ദേഹത്തിൻ്റേത്. അവിടെയും എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഹിസ് ഹാർഡ് വർക്ക്.
ആ ഹാർഡ് വർക്ക് കൊണ്ടാണ് അദ്ദേഹം സ്വന്തം ജീവിതത്തെ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അധ്വാനത്തെയാണ് സത്യസന്ധമായ ആ വിയർപ്പ് തുള്ളിയിലൂടെ സൂചിപ്പിക്കുന്നത്. ഹി ഏൺസ് വാട്ട് എവർ ഹി ക്യാൻ ആൻഡ് looks the whole world in the face, for he owes not any man. So he earns whatever he can. So he used to work really hard, and he ever used to earn whatever he can. അദ്ദേഹത്തിന് സാധിക്കുന്ന അത്ര അദ്ദേഹം ജോലി ചെയ്യാറുണ്ട്. ആ ജോലി ചെയ്യുന്നതിൻ്റെ അത്രയും അദ്ദേഹത്തിന് സാധിക്കുന്ന അത്രയും ജോലി ചെയ്ത് അദ്ദേഹത്തിന് സാധിക്കുന്ന അത്രയും അദ്ദേഹം സമ്പാദിക്കാറുമുണ്ട്. ആൻഡ് ലുക്സ് ദ ഹോൾ വേൾഡ് ഇൻ ദ ഫേസ്, ഫോർ ഹി ഓവ്സ് നോട്ട് എനി മാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആരുടെയും മുഖത്ത്, എല്ലാവരെയും മുഖത്ത് വളരെ ഹാപ്പി ആയിട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടും എല്ലാവരോടും ഈക്വലൻ്റ് ആയിട്ടും എപ്പോഴും നിൽക്കാൻ സാധിക്കും. ബിക്കോസ് he is living independently. He never owes to anybody. He never used to flatter anybody. ആരെയും ചെയ്യാറില്ല, ആരെയും ഡിപ്പെൻഡ് ചെയ്തല്ല അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടുന്ന ജോലി ചെയ്ത് സത്യസന്ധമായി അവനവൻ അധ്വാനിച്ച് നേടുന്നത് കൊണ്ട് കിട്ടുന്ന ചെറിയ ഏണിങ്ങിൽ അതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ആരെയും പറ്റിച്ചോ ആരോടും കടം വാങ്ങിയോ ഒന്നുമല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരുടെയും മുഖത്ത് അദ്ദേഹത്തിന് ധൈര്യമായി നോക്കാം. അദ്ദേഹം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആരോടും കടപ്പെടാതെയാണ് ജീവിക്കുന്നത്. So week in, week out, next stanza, week in, week out, from morn till night, you can hear his bellows blow. You can hear him swing his heavy sledge with measured beat and slow, like a sexton ringing the village bell when the evening sun is low. So week in, week out. So he never used to discriminate week in and week out. That means he never discriminate Sunday in holidays or weekdays and weekends. He ever used to work for the whole week. From morning till night he used to work. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളിലും തന്നെയും അദ്ദേഹം ദിവസങ്ങൾ നോക്കാറില്ല, പരമാവധി എല്ലാ ദിവസങ്ങളിലും തന്നെയും he used to work. And you can hear his bellows blow. നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ bellows. What do you mean by bellow? Bellow is actually a kind of instrument used by this village blacksmiths. അവരുടെ ആലയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കൊല്ലന്മാർ അവരുടെ ആലയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഇൻസ്ട്രുമെൻ്റാണ് ബെല്ലോസ് എന്ന് പറയുന്നത്. ആ ബെല്ലോസ് യൂഷ്വലി ഉപയോഗിക്കുന്നത് പുക ഊതി വീണ്ടും തീപ്പൊരി വരാനായിട്ടാണ് നമ്മൾ യൂഷ്വലി അത് ഉപയോഗിക്കാറ്. യു ക്യാൻ ഹിയർ ഹിസ് ബെല്ലോസ് ബ്ലോ. ബെല്ലോസ് എന്ന് പറയുന്നത് യൂഷ്വലി കൊല്ലൻ്റെ ആലയിൽ ഈ എപ്പോഴും തീ പുകഞ്ഞുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ തീ പുകയാൻ വേണ്ടി ഈ നമ്മൾ ഇങ്ങനെ പൊങ്ങയും താഴെയും ചെയ്യുന്ന പൊങ്ങയും താഴെയും ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഊതുന്ന പോലത്തെ ഒരു എഫക്റ്റ് വരും. അപ്പോൾ ഊതുന്ന പോലെ എഫക്റ്റ് വരുമ്പോൾ ഈ തീ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കും, തീക്കനൽ ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കും. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ബെല്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ ബ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഇൻസ്ട്രുമെൻ്റ് പൊങ്ങയും താഴെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും. യു ക്യാൻ ഹിയർ ഹിം സ്വിങ് ഹിസ് ഹെവി സ്ലെഡ്ജ് വിത്ത് മെഷേർഡ് ബീറ്റ് ആൻഡ് സ്ലോ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, അദ്ദേഹത്തിൻ്റെ ആലയിൽ അദ്ദേഹം കറക്റ്റ് മെഷർമെൻറ്റിൽ ചുറ്റിക വെച്ചിട്ട് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ അടിയും അടിച്ചാണ് അദ്ദേഹത്തിന് വെപ്പണാണെങ്കിൽ അത് എന്താണെങ്കിലും അതിന് ഒരു കത്തിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു വാളാണെങ്കിലും എന്തിനാണെങ്കിലും അത് രൂപപ്പെടുത്തി എടുക്കുന്നത് ആ കറക്റ്റ് മെഷേർഡ് ബീറ്റ് വെച്ചിട്ടാണ്. കറക്റ്റ് അളവിലത്
വളരെ സ്ലോ ആയിട്ടും കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അടിച്ചടിച്ച് പദം വരുത്തിയാണ് അദ്ദേഹം അതിനെ ഭംഗിയാക്കി എടുക്കുക. സോ യു ക്യാൻ ഹിയർ ഹിം സ്വിങ് ഹിസ് ഹെവി സ്ലെഡ്ജ് ചുറ്റിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. സ്ലെഡ്ജ് വിത്ത് മെഷേർഡ് ബീറ്റ് ആൻഡ് സ്ലോ ലൈക്ക് എ സെക്സ്റ്റൺ റിങ്ങിങ് ദ വില്ലേജ് ബെൽ വെൻ ദ ഈവനിങ് സൺ ഇസ് ലോ. എങ്ങനെയാണോ ഒരു സെക്സ്റ്റൺ മീൻസ് കപ്പ്യാരെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു സെക്സ്റ്റൺ എങ്ങനെയാണ് ചർച്ചിലെ വില്ലേജ് ബെൽ എത്ര കാൽക്കുലേറ്റ് ചെയ്ത് സന്ധ്യ മയങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര കൃത്യതയോടു കൂടിയാണോ അല്ലെങ്കിൽ എത്ര സൂക്ഷിച്ചാണോ ഒരു വില്ലേജ് സെക്സ്റ്റൺ ബെല്ല് റിങ് ചെയ്യുന്നത്, അതുപോലെയാണ് ഇവിടെ നമ്മുടെ വില്ലേജ് ബ്ലാക്ക് സ്മിത്ത് ആ സ്ലെഡ്ജ് കൊണ്ട് ഓരോ മെഷേർഡ് ആയിട്ട് ഓരോ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ബ്ലോ കൊടുക്കുന്നത്. എന്താണോ അദ്ദേഹം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കാൽക്കുലേറ്റ് ആയിട്ട് അടിക്കുന്നത് അങ്ങനെയാണ്. ആൻഡ് ദ ചിൽഡ്രൻ കമ്മിങ് ഹോം ഫ്രം സ്കൂൾ look in at the open door. They love to see the flaming forge and hear the bellows roar and catch the burning sparks that fly like a chaff from the threshing floor. അടുത്തതായിട്ട് പറയുന്നത് ആൻഡ് ദ ചിൽഡ്രൻ കമ്മിങ് ഹോം ഫ്രം സ്കൂൾ. അപ്പോൾ ഈ കുട്ടികൾക്ക് വലിയ ആകാംക്ഷയുള്ള കാര്യമായിരിക്കും ഒരു കൊല്ലൻ്റെ ആലയിൽ ചെന്നിട്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, എന്താണ് നടക്കുന്നത് കാണാനായിട്ട് കുട്ടികൾ പലരും ആകാംക്ഷയോടെ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഈ ആലയിൽ തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അവർ പലപ്പോഴും അകത്തേക്ക് നോക്കാറുണ്ട്. അവരെന്തിനാണ് കൂടുതലും നോക്കുന്നത്? ദേ ലവ് ടു സീ ദ ഫ്ലെയിമിങ് ഫോർജ്. അവർ ഫോർജ് മീൻസ് ഫേർണസ് ആണ്. ഫേർണസ് വിത്ത് ദ മെറ്റൽസ് യൂസ് ടു ഹീറ്റ് ആൻഡ് റോച്ച്. അപ്പോൾ കൂടുതലും ഒരു ഫർണസ് ഫോർജ് എന്ന് പറയുന്നത് ഫ്ലെയിമിങ് ഫോർജ് എന്ന് പറയുന്നത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അടുപ്പ് പോലത്തെ ഭാഗം. അതിലേക്കാണല്ലോ അത്രയും ഈവൻ മെറ്റൽസിനെ പോലും മെൽറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കും താപനിലയിൽ നിർത്തിയിരിക്കുന്ന ഒരു അടുപ്പ് പോലുള്ളൊരു സ്ഥലം കൊല്ലൻ്റെ ആലയിലുണ്ടാവും. ആ ആലയിൽ നിന്ന് വരുന്ന തീപ്പൊരികൾ കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് കാണാനായിട്ട് അവർ വരാറുണ്ട്. ഈ ആലയിൽ, കൊല്ലൻ്റെ ആലയിൽ അവർ വരും. ആൻഡ് ഹിയർ ദ ബെല്ലോസ് റോർ. അവർക്ക് ഈ ബെല്ലോസിൻ്റെ അവർക്കൊരു റോറിങ് സൗണ്ടായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുക. ആൻഡ് ദ ക്യാച്ചിങ് ദ ബേൺ സ്പാർക്സ് ദാറ്റ് ഫ്ലൈ ലൈക്ക് എ ചാഫ് ഫ്രം ദ ത്രഷിങ് ഫ്ലോർ. അവരെന്നിട്ട് എന്ത് ചെയ്യും? ഈ ഫ്ലെയിമിങ് ഫോർജിൽ നിന്ന് വരുന്ന ഈ തീപ്പൊരികളെ, മിന്നാമിനുങ്ങളെ പോലെ വരുന്ന ഈ തീപ്പൊരികളെ അവർ ഓരോന്നായിട്ട് കൈകൊണ്ട് പിടിക്കാനായിട്ട് ശ്രമിക്കും. ലൈക്ക് ചാഫ് ഫ്രം ദ ത്രഷിങ് ഫ്ലോർ. ചാഫ് എന്ന് പറയുന്നത് ഔട്ടർ കവർ ഓഫ് ഗ്രെയിൻ ആണ് ചാഫ് എന്ന് പറയുന്നത്. നമുക്കറിയാം നെല്ല് പതിര് കളഞ്ഞെടുത്താണല്ലോ നമ്മൾ അരിയാക്കി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നെല്ലോ ഗോതമ്പോ ഇവിടെ ആവാം കേട്ടോ. ഇവിടെ ഒരു അമേരിക്കൻ രീതി ആയതുകൊണ്ട് ഇവിടെ നെല്ലോ ഗോതമ്പോ ആവാം. എന്തായാലും ആ ഗോതമ്പിനായാലും നെല്ലിനായാലും ഒരു ഔട്ടർ കവർ ഉണ്ടാവും. ആ ഔട്ടർ കവറിനെയാണ് ചാഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ആ ചാഫ് ഇപ്പോൾ ഇതിനെ വെയിലത്തിട്ട് ഉണക്കി നല്ല രീതിയിലാക്കി അതിനെ കുത്തുക എന്ന് പറയും. നെല്ല് കുത്തി നമ്മളിപ്പോൾ സാധാരണ നമ്മളുടെ ഇവിടെ ആണെങ്കിൽ നെല്ല് കുത്തുക എന്ന് പറയും. നെല്ല് കുത്തുമ്പോൾ ആ ചാഫ്, ആ ഔട്ടർ കവർ തെറിച്ച് പോകുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെയുള്ള ഈ ഫോർജിൽ നിന്നും മിന്നാമിനുങ്ങുകൾ പോലെ തീപ്പൊരികൾ പറന്ന് നടക്കുന്നതെന്നാണ് ലോങ്ഫെല്ലോ പറയുന്നത്. So he goes on Sunday to the church and sits amongst his boys. He hears the parsons pray and preach. He hears his daughter's voice singing in the village choir, and it makes his heart rejoice. So, but at the same day, even if he is a hard worker, he even spare time for his spiritual practice also.
He ever used to visit Sundays, or he usually visit churches. Sorry, he usually visit church on Sundays. He goes on Sunday to the church and sits among his boys. അദ്ദേഹത്തിൻ്റെ മക്കളോടൊപ്പം അദ്ദേഹം ചർച്ചിൽ എല്ലാ സൺഡേസിലും പോയി he used to spend time at church with his boys, and he used the preach. Parson means preach. Pray and preach. അദ്ദേഹം അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രീസ്റ്റ് പ്രസംഗിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം കേട്ട് വളരെ ശ്രദ്ധയോടുകൂടി അദ്ദേഹം ആ സൺഡേസ് സ്പെൻഡ് ചെയ്യാറുണ്ട്. ആൻഡ് ഹി ഹിയേഴ്സ് ഹിസ് ഡോട്ടേഴ്സ് വോയിസ് സിംഗിങ് ഇൻ ദ വില്ലേജ് കൊയർ ആൻഡ് ഇറ്റ് മേക്സ് ഹിസ് ഹേർട്ട് റിജോയ്സ്. അദ്ദേഹത്തിൻ്റെ മകള് ആ ചർച്ചിലെ പ്രെയർ ഗ്രൂപ്പിൽ പാടുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ പാട്ട് കേട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് മതിമറക്കാറുണ്ട്. Singing, his heart rejoice. It sound to him like her mother's voice, singing in paradise. He needs must think of her once more, how in the grave he lies, and with his rough hand, he wipes a tear without his eyes. ഇവിടെ അഗെയിൻ നമ്മളൊരു കോമൺ മാനെ റിമൈൻഡ് ചെയ്യിക്കുകയാണ്. ഇറ്റ് സൗണ്ട്സ് ടു ഹിം ലൈക്ക് ദ മദേഴ്സ് വോയിസ്. ആ പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ, മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അദ്ദേഹത്തിന് ഓർമ്മ വരിക. അവൾ സ്വർഗത്തിലിരുന്ന് പാട്ട് പാടുന്ന ഒരു ഫീലിംഗ് ആണ് ആ മനുഷ്യന് തോന്നുക. ആൻഡ് ഹി നീഡ്സ് മസ്റ്റ് തിങ്ക് ഓഫ് ഹെർ വൺസ് മോർ. ആ പാട്ട് കേൾക്കുമ്പോൾ ഒരിക്കൽ കൂടി മരിച്ചുപോയ ഇപ്പോൾ ശവകുടീരത്തിൽ കിടക്കുന്ന സ്വന്തം ഭാര്യയെക്കുറിച്ച് അദ്ദേഹം ഒരിക്കൽ കൂടി ഓർക്കും. അവളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും വരുന്ന കണ്ണുനീര്, അദ്ദേഹത്തിൻ്റെ റഫ് ഹാൻഡ്സ് കൊണ്ട് റഫ് ഹാൻഡ്സ് എങ്ങനെയാണ് റഫ് ഹാൻഡ്സ് ആവുന്നത്? ആ ജോലിയുടെ രീതി കൊണ്ട് പണിയെടുത്തെടുത്ത കൈകൾ റഫായിരിക്കണം. ആ റഫ് ഹാൻഡ്സ് കൊണ്ട് അദ്ദേഹം ആ കണ്ണുനീര് തുടയ്ക്കാറുണ്ട്. Toiling, rejoicing, sorrowing, onward through the life he goes. Each morning sees some task begin, each evening sees it close. Some attempt, some done, he has earned a nice repose. അപ്പോൾ ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ കടന്നു പോകുന്ന എങ്ങനെയാണെന്നാണ് വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുക. ടോയിലിംഗ് മീൻസ് വർക്ക് ഹാർഡ്. ഹി യൂസ് ടു വർക്ക് ഹാർഡ് ആൻഡ് ഹി റിജോയ്സ്. ഹി ഈസ് വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് വർക്ക്. And sometimes he felt sorrow, maybe for his wife, maybe for some other thing. He's a very common man, so he try his level best in his life for an independent living, and he used to become happy, and at the same time he used to become sorrowful sometime again. Onward through the life he goes, so his life is continuing in such a way. Each morning see some task begin. Every morning he used to start with a task. He used to start a day with a task, and at the evening he used to close it. And something attempted, something done has earned a night repose. എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും അവർ തുടങ്ങുക ഒരു കാര്യം, ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്ത് നോക്കാം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അവിടെ ഓരോന്നും ചിലത് വിജയിക്കും, സം അറ്റംപ്റ്റഡ് അല്ലേ, ചിലത് വിജയിക്കും, ചിലത് പൂർണ്ണമായും സക്സസ്ഫുൾ ആവും, ചിലത് ഒരു പരിശ്രമത്തിൽ അവസാനിക്കും. അങ്ങനെ ഓരോ ദിവസങ്ങളും കടന്നു പോവും. ഈ ഓരോ ദിവസങ്ങൾ അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കാണ് അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നത്? ഹി ഹാസ് ഏൺഡ് എ നൈറ്റ്സ് റീപോസ്. റീപോസ് മീൻസ് എ സ്റ്റേറ്റ് ആൻഡ് റെസ്റ്റ് ഓർ സ്ലീപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് വൈകുന്നേരത്തെ അല്ലെങ്കിൽ രാത്രിയിലെ സുഖമായ നിദ്രയെ അദ്ദേഹത്തിന് കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ശ്രമങ്ങളാണ്. ചില ശ്രമങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിരിക്കും, ചിലപ്പോൾ ആ ശ്രമങ്ങൾ സക്സസ്ഫുൾ അല്ലാതെ അവസാനിക്കാം, ചിലത് വെറും പരിശ്രമങ്ങളായിട്ട് മാറാം. പക്ഷേ ഈ ശ്രമങ്ങളാണ് അദ്ദേഹത്തെ സുഖനിദ്ര അദ്ദേഹത്തിന് കൊടുക്കുന്നത്. താങ്ക്സ് ടു
thee, my worthy friend, for the lessons thou hast taught. Thus, at the flaming forge of life, our fortunes must be wrought. Thus, on its sounding anvil, shaped each burning deed and thought. So, thanks to thee. Thee means you, my worthy friend. So, Longfellow is reminding again, my dear friend, my dear friend, I am really grateful to you. I am really thankful to you because of your lifestyle. You give me a worthy lesson. നീ എനിക്ക് തന്നിരിക്കുന്ന ഒരു വലിയ ലെസൺ ആണ്. ഫോർ ദോ മീൻസ് യു, ദീയും യു ആണ്, ദോ എന്ന് പറയുന്നതും യു ആണ്. ഹാസ്റ്റ് മീൻസ് ഹാസ്. സോ ബിക്കോസ് ഓഫ് ദീസ് തിങ്സ് യു മെയ്ഡ് മീ or you give me a big lesson. Thus, at the flaming forge of life, our fortunes must be wrought. So, through this flaming forge, through this forge of life, our fortunes must be wrought. നമ്മളുടെ ഇതിലാണെങ്കിൽ ഇവിടെ ലാസ്റ്റ് ലൈനിൽ നമ്മളുടെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലൈഫാണ്. ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുക? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ദ ഗിവ് അപ്പ്. വെനെവർ ദ പ്രോബ്ലംസ് കെയിം ടു ദം ദ ഗിവ് അപ്പ്, അല്ലേ? അവർ വിട്ടുകളയും. പക്ഷേ ഇവിടെ ഈ കോമൺ മാൻ, ഇവിടെ ഈ സാധാരണക്കാരനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു, അദ്ദേഹത്തിന് നല്ല ഉത്തരവാദിത്തമുണ്ട്, മക്കളെ വളർത്തേണ്ടതുണ്ട്, അതുപോലെ തന്നെ വലിയ പണക്കാരനൊന്നുമല്ല അദ്ദേഹം. പക്ഷേ ആ ഉള്ളത് കൊണ്ട്, ഉള്ള ലൈഫിൽ ഹീ ഈസ് റിയലി ഹാപ്പി ആൻഡ് ഹീ ഈസ് ലിവിങ് എ ഗുഡ് ലൈഫ് ആൻഡ് ഹീ ഈസ് ട്രൈയിങ് എവറി ഡേ, ഹീ ഈസ് ട്രൈയിങ് ഹാർഡ് ടു ഹാവ് എ ഗുഡ് ലിവിങ്. ഓരോ ദിവസവും എനിക്കതില്ല ഇതില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാതെ അവനവനോ ഉള്ളത് കൊണ്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് അദ്ദേഹം ജീവിക്കുന്നു. അതോടൊപ്പം തന്നെ ഓരോ ദിവസവും ഒന്നിനെക്കുറിച്ചും എനിക്ക് അങ്ങനെ പറ്റുന്നില്ല ഇങ്ങനെ പറ്റുന്നില്ല എന്ന് ബ്ലെയിം ചെയ്യാതെ ഓരോ ദിവസവും എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ ബെസ്റ്റ് ഞാൻ ചെയ്യാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ ഓരോ ശ്രമവും നമുക്കുള്ള ഓരോ ലെസൺസാണ്. പരാതികൾ പറയാതെ അദ്ദേഹത്തിനെ കൊണ്ട് ഉള്ളതിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഓരോ ദിവസവും പുതിയ ശ്രമങ്ങൾ ആരംഭിക്കുന്ന ആ ബ്ലാക്ക് സ്മിത്ത് നമുക്ക് തരുന്നത് ഒരു വലിയ ലെസൺ ആണെന്നാണ് ലോങ്ഫെല്ലോ പറയുന്നത്. So thus on its surrounding anvil shaped each burning deed and thought. Anvil means iron block on which red hot metal is fashioned. ദസ് അവിടെ നമുക്ക് ആൻവിൽ എന്ന് പറയുന്നത് മോൾഡ് പറയില്ലേ നമ്മൾ, ഒരു ഷേപ്പ് അല്ലേ, ആ ഒരു പ്രത്യേക ഷേപ്പ്. സോ അങ്ങനെയാണ്. ദസ് ഓൺ ഇറ്റ് സൗണ്ടിങ് anvil shaped each burning deed and thought. ഈ ഒരു ചൂളയിലൂടെ നമ്മളുടെ ജീവിതമാകുന്ന, ഇവിടെ ലൈഫിനെയാണ് ഇവിടെ സിംപിളൈസ് ചെയ്യുന്നത്. ആ ലൈഫിൽ നിറയെ എക്സ്പീരിയൻസസും പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ പ്രോബ്ലംസിലൂടെ കടന്നു പോകുമ്പോൾ ഈ തീച്ചൂളയെ ലൈഫിൻ്റെ എക്സ്പീരിയൻസസ് ആയിട്ടാണ് പറയുന്നത്. അത് ആ എക്സ്പീരിയൻസസിലൂടെ നമ്മളെ ദൈവം കടത്തിക്കൊണ്ട് പോകുന്നത് നമ്മളെ ബെറ്റർ ആക്കാനാണ്, നമ്മളെ ഷേപ്പ് ചെയ്യിക്കാനാണ് എന്നുള്ളതും കൂടിയാണ് ഇവിടെ നമ്മളെ റിമൈൻഡ് ചെയ്യുന്നത്. നമ്മൾ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? ദൈവത്തിനോട് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങും. എനിക്ക് ദൈവം എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിച്ചു, അല്ലെങ്കിൽ ദൈവം എന്നെ മാത്രം ഇങ്ങനെ മോശമാക്കി ചെയ്തു എന്നൊക്കെ നമ്മൾ ദൈവത്തിനോട് കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയല്ല. അപ്പോൾ നമ്മൾക്ക് ദൈവം ഓരോ എക്സ്പീരിയൻസ് തരുന്നതും നമ്മളെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ കറക്റ്റായിട്ട് മോൾഡ് ചെയ്ത് നമ്മളെ നല്ല രീതിയിൽ നല്ല ഷേപ്പിൽ ഏറ്റവും ഭംഗിയായി വാർത്തെടുക്കാനായിട്ടാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ലോങ്ഫെല്ലോ ഈ പോയം അവസാനിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് ഓൾ. താങ്ക് യു ചിൽഡ്രൻ.